അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 6ലാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ റിവിഷൻ ക്ലാസ് ആയിട്ടാണ് ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബ്ലോക്ക് 6ൽ നമുക്ക് 3 വർക്കുകളാണുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വർക്കാണ് നമ്മൾ നോക്കുന്നത് ആംസ് ആൻഡ് മാൻ, ബെർണാഡ് ഷോരെ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക, അതൊരു പ്ലേ ആണ്, നാടകമാണ്. ആംസ് ആൻഡ് ദ മാൻ എന്നാണ് പേര്. ആരുടെയാണത്? ബെർണാഡ് ഷോരെയാണെന്ന് ഓർക്കുക. പിന്നെ ഇതിൻ്റെ ഡിസ്കഷനിൽ ആദ്യ ഡിസ്കഷനും പിന്നെ ആക്ട് വൈസ് സമ്മറിയാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം പഠിക്കേണ്ടത്, ഈ ആംസ് ആൻഡ് ദ മാൻ എന്ന് പറഞ്ഞത് 3 ആക്ട് പ്ലേ ആണെന്ന് പഠിക്കുക. ഡിസ്കഷനിൽ ഫസ്റ്റ് ലൈനിൽ കാണാൻ പറ്റുന്നത് 3 ആക്ട് പ്ലേ. അപ്പോൾ ഇതൊരു 3 ആക്ട് പ്ലേ ആണെന്ന് പഠിക്കുക. അത് സെറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സെറ്റ് ചെയ്യുന്നത് റെയ്ന പെറ്റ്കോഫ് എന്ന് പറഞ്ഞ ഒരു ലേഡിയുടെ ബെഡ് ചേംബറിലാണെന്നും പഠിക്കുക. ബെഡ് ചേംബറിൽ റെയ്ന പെറ്റ്കോഫിൻ്റെ ഒരു ബെഡ്റൂമിലാണ് ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ആരാണ് റെയ്ന പെറ്റ്കോഫ്? ഇതിലെ മെയിൻ കഥാപാത്രമാണ് റെയ്ന പെറ്റ്കോഫ്. ഒരു ഇമ്മെച്വർ യങ് ലേഡി, അതായത് ഒരു മെച്യൂരിറ്റി ഒക്കെ കുറവുള്ള ഒരു ചെറിയൊരു ലേഡിയാണ്, പ്രായം കുറഞ്ഞൊരു പെണ്ണാണ്. വിത്ത് റൊമാൻറ്റിക് നോഷൻ ഓഫ് ലവ്, ഗ്രാൻഡ്യൂർ ആൻഡ് ലവ്, പ്രണയത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചൊക്കെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് റെയ്ന പെറ്റ്കോഫ്. ഷീ ഈസ് സെറ്റിലിംഗ് ഇൻ ടു ബെഡ്. ഒരു ബെഡ് നമുക്ക് കാണാൻ പറ്റും. അവിടേക്കാണ് ആര് വരുന്നത്? ഓടിയെത്തുന്ന ഒരു സോൾജറിനെ നമുക്ക് കാണാൻ പറ്റും. അത് വിൻഡോ അടച്ചിട്ടുണ്ടായിരുന്നില്ല. റെയ്ന പെറ്റ്കോഫിൻ്റെ റൂമിൻ്റെ ജനവാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ജനവാതിലൂടെയാണ് ആര് കയറി വരുന്നത്? നമ്മുടെ സോൾജർ കയറി വരുന്നതെന്നും കൂടെ ഓർക്കുക. പക്ഷെ ആദ്യം ഒരു സംശയം തോന്നിയെങ്കിലും നമ്മൾ പിന്നെ കാണുന്നത് റെയ്ന ഈ ഒരു പട്ടാളക്കാരനെ, സോൾജറിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ തയ്യാറാവുന്നത് ആണ്. പിന്നെ ഈ ഒരു പട്ടാളക്കാരൻ ചോക്ലേറ്റ് കൊടുക്കുന്നു, ഉറങ്ങാനുള്ള അവസരം കൊടുക്കുന്നു. പിന്നെ റെയ്ന പെറ്റ്കോഫും അവളുടെ അമ്മ, മറ്റൊരു കഥാപാത്രമാണ് നാടകത്തിലെ, അമ്മയുടെ പേരെന്താണ്? കാതറിനും, ഈ സോൾജറിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള അവസരവും ഒരുക്കി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഫസ്റ്റ് ആക്ട്. ദെൻ സെക്കൻഡ് ആക്റ്റിൽ നമ്മൾ കാണുന്നത് യുദ്ധം അവസാനിക്കുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ രണ്ട് എതിർകക്ഷികളും സമാധാന ചർച്ചകളും ഒപ്പിടുന്നു. പെറ്റ്കോഫിൻ്റെ, അതായത് പെറ്റ്കോഫ് എന്ന് പറഞ്ഞ വീട്ടിലെ 2 സെർവൻറ്റുകളെ നമ്മൾ പരിചയപ്പെടുന്നു. 2 കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ലൗക്കിയും നിക്കോളയും. ഇവർ 2 പേരും മാരേജിനെ കുറിച്ചും ആസ്പിറേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇതിൽ ലൗക്ക ലേഡിയും നിക്കോള മെയിലുമാണ്. ഇനി മേജർ പോൾ പെറ്റ്കോഫ് എന്ന് പറയുന്നത് ആരാണ്? മേജർ പോൾ പെറ്റ്കോഫ് റെയ്നയുടെ ഫാദറാണ്. അദ്ദേഹം ഒരു മേജറാണ്. അയാൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അങ്ങനെ ആ ഒരു റീയൂണിയനാണ് അവിടെ കാണുന്നത്. ഒരു ഫാമിലി റീയൂണിയനിൽ ഒരാളും കൂടിയുണ്ട്. ആരാണ്? സെർഗിയസ് എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനെ നമുക്ക് കാണാൻ പറ്റും. അത് റെയ്നെ വിവാഹം ചെയ്യാൻ പോകുന്ന റെയ്നയുടെ ഫിയാൻസിയാണ് സെർഗിയസ് എന്നും കൂടെ ഓർക്കുക. റെയ്നയുടെയും അതുപോലെ തന്നെ റെയ്നയുടെ മദറായിട്ടുള്ള കാതറിൻ്റെയും കണ്ണിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഹീറോ ആണ് ആര്? സെർഗിയസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, സെർഗിയസിന് ഒരു അട്രാക്ഷൻ ആരോടാണ് ഉണ്ടായിരുന്നത്? ലൗക്ക എന്ന് പറഞ്ഞ വീട്ടിലെ സെർവൻറ്റിനോടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാളും ലൗക്കയും കൂടെ, സെർഗിയസും ലൗക്കയും കൂടെ ചേർന്നിട്ട് റെയ്നയെ ചതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. റെയ്ന ഈസ് ഗ്രോയിങ് എപ്പാർട്ട് ഫ്രം ഹെർ ഫിയാൻസി. അപ്പോൾ ഈ ഒരു ലൗക്കയോട് കൂടുതൽ അടുപ്പം വരുമ്പോൾ റെയ്നയുമായി അകലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. There are surprised when the soldier whom they helped to escape returned to hand over. പക്ഷെ പിന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ ഒരു യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട പട്ടാളക്കാരൻ ഒരു കോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ പോളും സെർഗിയസും ഈ ഒരു യുദ്ധത്തിൽ ആരെ മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു? ഈ ഒരു പട്ടാളക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു സോൾജറിൻ്റെ പേരെന്താണെന്ന് വെളിപ്പെട്ടു. എന്താണ് പേര്? ബ്രൂൺസ്റ്റിലി എന്നാണ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ചിന്തകളൊക്കെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരാളാണ് ബ്രൂസ്ലി. ഫൈനൽ ആക്റ്റിൽ നമ്മൾ കാണുന്നത് ബ്രൂസ്ലി റെയ്നയുമായി ഒരു കൺഫ്രണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ റെയ്ന പറയുന്നുണ്ട്, പിന്നെ റെയ്നയ്ക്ക് ആരോട് താല്പര്യമുണ്ട്? ബ്രൂസ്ലിയോട് താല്പര്യമുണ്ട് എന്ന് അവസാനം റെയ്ന പറയുന്നുണ്ട്. കാരണം ലൗക്കയുമായിട്ടുള്ള സെർഗിയസിൻ്റെ റിലേഷനൊക്കെ റെയ്നയ്ക്ക് മനസ്സിലാകുന്നുണ്ട്.
പിന്നെ പോളിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു, അതായത് ഫാദറിന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് ആദ്യത്തെ 2 ആക്റ്റിൽ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നു. പ്ലേ എൻഡ് ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആണ്. കാരണം 2 ലവേഴ്സും, അതായത് 2 സെറ്റ് ഓഫ് ലവേഴ്സ്, അതായത് റെയ്നയും ബ്രൂസ്ലിയും ഒന്നാകുന്നു. അതുപോലെ തന്നെ സെർഗിയസും ലൗക്കയും ഒന്നാകുന്നു. അങ്ങനെ അവർ എന്നേക്കുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നു. അതിൻ്റെ ഹാപ്പി എൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ ആക്ട് വൈസ് സമ്മറി നോക്കുമ്പോൾ ആക്ട് 1 ഏത് സീനാന്ന് പറയുമ്പോൾ ലേഡിയുടെ ബെഡ് ചേമ്പറാണ്. സ്ഥലം ഓർക്കണം, ബൾഗേറിയയാണ്. റെയ്ന പെറ്റ്കോഫിൻ്റെ പ്രത്യേകതകൾ ചോദിക്കുമ്പോൾ ഒരു വെൽത്തി ബൾഗേറിയൻ ഫാമിലി, നല്ല സാമ്പത്തിക ശേഷിയുള്ളൊരു ഫാമിലിയിൽ നിന്നാണ് അവൾ ബാൽക്കണിയിൽ നിൽക്കുന്നതായിട്ടാണ് ആദ്യം കാണുന്നത്. നൈറ്റ്സ് അണ്ടർ റൊമാൻറ്റിക് ബ്യൂട്ടി. അവരൊരു എക്സ്പെൻസീവ് കോട്ടാണ് ധരിച്ചിട്ടുള്ളത്. റെയ്ന പെറ്റ്കോഫിൻ്റെ അമ്മയാണ് കാതറിൻ പെറ്റ്കോഫ്. ഓക്കെ, എത്ര കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ റെയ്നയുടെ ഫിയാൻസിനെ പരിചയപ്പെടുത്തുന്നു. ആരാണ് റെയ്നയുടെ ഫിയാൻസി? സെർഗിയസ് ആണ്. ഈ സെർഗിയസ് ആണ് ആ യുദ്ധം ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട്. കാതറിൻ പറയുന്നുണ്ട് എന്താ സെർഗിയസ് ഹീറോയിക് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു റെയ്ന കീപ്സ് ഇൻ ഹെർ ബെഡ്റൂം. സെർഗിയസിൻ്റെ ഒരു ഫോട്ടോ അവിടെ വെക്കുന്നുണ്ട് റെയ്ന റൂമിൽ. കാരണം അത്ര ഹീറോയിക് ക്വാളിറ്റീസ് സെർഗിയസിനുണ്ട്. പക്ഷേ ചെറിയൊരു സംശയം, അവരുടെ വേലക്കാരിയായിട്ട് ലൗക്കയുമായിട്ട് ഒരു ചെറിയ സംശയം, റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നൊരു ചെറിയ സംശയം റെയ്നയ്ക്ക് ഓൾറെഡി ഉണ്ട്. ഓക്കെ, ആ സമയത്ത് ലൗക്ക വരുന്നത് നമ്മൾ കാണും. ലൗക്ക വന്നിട്ട് കാതറിനോടും റെയ്നോടും പറയുന്നുണ്ട് ഏതൊരു പട്ടാളക്കാരൻ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്, ബൾഗേറിയൻ ഫാമിലിയിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ആ ഒരു വിൻഡോ ലോക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മയോട് പറയുന്നത്, റെയ്ന പറയുന്നത് ഗൺ ഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ക്യാൻഡിൽ അണച്ച് കെടുക്കാം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് സെർഗിയസിൻ്റെ ഫോട്ടോ എടുത്ത് അതിനെ സ്നേഹിക്കുന്ന റെയ്നയെയാണ്. എന്നിട്ട് പിന്നെ അവളൊരു നോവൽ എടുത്തത് വായിക്കുന്നു. പെട്ടെന്ന് അവൾ ഗൺ ഷോട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതടുത്തെത്തുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അവൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മെഴുതിരി അണച്ച് ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ആ ഒരു അൺലോക്ക്ഡ് വിൻഡോ ശ്രദ്ധിക്കുന്നില്ല. അതിലൂടെ ഒരു പട്ടാളക്കാരൻ കടന്നു വരുന്നു. അയാൾ പേടിപ്പിച്ചു റെയ്നേനെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് റിവോൾവറൊക്കെ കാട്ടിയിട്ട്. എന്നിട്ട് റെയ്നയോട് പറഞ്ഞു ക്യാൻഡിൽ കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അവൾ ആ ഒരു പട്ടാളക്കാരനെ കണ്ടു. അദ്ദേഹം ഒരു സെർബിയൻ മിലിറ്ററി ഔട്ട്ഫിറ്റിലുള്ള ഒരു പട്ടാളക്കാരനാണ്. റെയ്നയെപ്പോലെ അൺലൈക്ക് റെയ്ന ഹി ഡസ് നോട്ട്, യുദ്ധത്തെ പുകഴ്ത്തിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം എന്താ പറഞ്ഞത്? കണ്ടന്റ് ടു സ്റ്റേ അലൈവ് ത്രൂ എനി മീൻസ്. ഹി കീപ്സ് റെയ്നാസ് കോട്ട് വിത്ത് ഹിം. റെയ്നയുടെ കോട്ട് അയാൾ എടുത്തു. സോ ദാറ്റ് ഹി വുഡ് ഹെസിറ്റന്റ് ടു ഗെറ്റ് ബൾഗേറിയൻ സോൾജേഴ്സ് ഇൻ ടു ഹെർ റൂം എന്നൊക്കെ ആ ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് റെയ്നയുടെ കോട്ട് എടുത്ത് പോവുകയാണെന്ന് പറയണം. അങ്ങനെ ശബ്ദങ്ങൾ കേട്ടിട്ടാന്ന് തോന്നുന്നു ലൗക്ക വരുന്നുണ്ട്. റെയ്നയുടെ കോട്ട് വലിച്ചെറിയുന്നു. ഹി ആസ്ക് ഹെർ ടു കവർ അപ്പ് ആൻഡ് പ്രൊട്ടക്റ്റ് ഹെർ ഡിഗ്നിറ്റി സിൻസ് ദേ വുഡ് കം ഇൻ ബൈ ഫോഴ്സ്. അപ്പോൾ ഒരു മനുഷ്യത്വമുള്ളൊരു പട്ടാളക്കാരനാണെന്ന് റെയ്നയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവൾ തീരുമാനിക്കുകയാണ് ടു കീപ് ദ മാൻ സേഫ്, അയാളെ സുരക്ഷിതമായി വയ്ക്കുക, അങ്ങനെ ഒളിപ്പിച്ച് വയ്ക്കാൻ കട്ടൻ്റെ അടിയിൽ. കാതറിനും ലൗക്കിയും ഒരു മിലിറ്ററി ഓഫീസറും ഈ റൂമിലേക്ക് വന്നു, തെരഞ്ഞു. സമൂഹ നെയ്ബേഴ്സോ എ സെർബിയൻ, ആരോ കണ്ടിട്ടുണ്ട് ഒരു സെർബിയൻകാരൻ ഈ ഒരു ബാൽക്കണിയിലേക്ക് കടന്നത്. പക്ഷെ റെയ്ന അത് മാനേജ് ചെയ്തു. എന്നിട്ട് അവൾ പറഞ്ഞു ഇവിടെ ആരും ഇല്ല, നിങ്ങൾ പൊക്കോളൂ അങ്ങനെ. പക്ഷെ ലൗക്കിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പ്രശ്നമൊക്കെ അവസാനിച്ചപ്പോൾ ഈ കർട്ടൻ്റെ പിറകിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ വരുന്നുണ്ട്. റെയ്നയോട് നന്ദി പറയുന്നു ജീവരക്ഷിച്ചതിൽ. അങ്ങനെ ഹീസ് നോട്ട് എ നേറ്റീവ് സെർബിയൻ, പക്ഷേ സ്വിസ് സോൾജറാണ് എന്ന് പറയുകയാണ് അദ്ദേഹം. പക്ഷെ പിന്നീട് അവൾക്ക് മനസ്സിലാവുന്നു റെയ്ന ഈ മാൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഓൺ ഹെർ ഓട്ടോമാൻ ഇൻ ദ പ്ലെയിൻ സൈറ്റ്. ഹി കൺഫസസ് ദാറ്റ് ഹിസ് ഗൺ ഈസ് നോട്ട് ലോഡഡ്. അയാൾ പറയുകയാണ് അതിൽ ഉണ്ടയൊന്നുമില്ല,
ദാറ്റ് ഹി ഡസ് നോട്ട് ക്യാരി എനി ഇമ്മ്യൂണീഷൻ വിത്ത് ഹിം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അയാൾ കൊണ്ട് നടക്കാറുമില്ല എന്ന് പറയാണ്. പകരം അയാൾ എന്താ കൊണ്ട് നടക്കാറ്, അത് അയാളുടെ ഒരു പ്രത്യേകതയാണ്, ഈ ഒരു സോൾജറിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് അയാളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറ്, എന്താണ്, ചോക്ലേറ്റുകളാണെന്ന് പറയാണ്. അയാൾക്ക് വിശന്നപ്പോൾ റീന ഗീവ്സ് ഹിം സം ചോക്ലേറ്റ് ക്രീംസ് കൊടുക്കുന്നുണ്ട്. അവളുടെ ബോക്സിൽ റൂമിൽ ചോക്ലേറ്റ് ക്രീംസ് ഉണ്ടായിരുന്നു, അത് കൊടുക്കുകയാണ്. ഷീ ഡബ്സ് ഹിം ദ ചോക്ലേറ്റ് ക്രീം സോൾജർ. അങ്ങനെ ഒരു പേരും കൊടുത്തു അയാൾക്ക്, എന്ന് ചോക്ലേറ്റ് ക്രീം സോൾജർ എന്ന്. പിന്നെ റെയ്ന പറയുന്നുണ്ട്, ബൾഗേറിയൻ സോൾജേഴ്സ് ആർ നോട്ട് ലൈക്ക് മനുഷ്യരെ പോലെയല്ല, ദേ ആർ കറേജിയസ് ദാൻ ഹിം. നിങ്ങളെപ്പോലെയല്ല, ഭയങ്കര ധൈര്യമുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. 2 ടൈപ്പ് ഓഫ് സോൾജേഴ്സ് ഉണ്ടെന്ന് പറയുന്നു, യങ്ങും ചെറുപ്പക്കാരും പ്രായമുള്ളവരും. ചാർജ് ഓഫ് ബൾഗേറിയൻ സോൾജേഴ്സ് അഗെയിൻസ്റ്റ് സെർബ്സ് വാസ് ഫൂളിഷ്. ദേ സക്സീഡഡ് ഓൺലി ത്രൂ ദ ഷിയർ ലക്ക്. സെർബ്സ് ഹാഡ് ബീൻ ഗിവൺ ദ റോങ് കാട്രിഡ്ജസ് ഫോർ ദെയർ മെഷീൻ. സെർബുകാർക്ക് മോശമായിട്ടുള്ള മെഷീനും ഗണ്ണൊക്കെ കൊടുത്തു. അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ ബൾഗേറിയൻസ് ഇതിനെ പറ്റാതെ. അല്ലാതെ സെർബിയൻസ് ഒട്ടും മോശക്കാരല്ല എന്നൊക്കെ ഈ ഒരു പട്ടാളക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു പട്ടാളക്കാരനെ അറിയുന്നുണ്ടായിരുന്നില്ല റെയ്നയ്ക്ക് സെർഗിയസുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ളത്. കാരണം ഈ പട്ടാളക്കാരൻ്റെ എതിർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു സെർഗിയസ്. ഇതൊന്നും അറിയില്ല. പക്ഷെ പിന്നീട് റെയ്ന പറയുന്നുണ്ട്, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് സെർഗിയസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഷീ അഗ്രീസ് ടു കീപ് ഹിം എസ്കേപ്പ് ലേറ്റർ. പക്ഷെ നിങ്ങളെ ഞാൻ സുരക്ഷിതമായി വയ്ക്കാമെന്നും ഈ ഒരു പട്ടാളക്കാരനോട് പറയുന്നുണ്ട്. റെയ്ന ക്ലെയിംസ് ദാറ്റ് ഷീ ഈസ് ബൗണ്ട് ടു ഹെൽപ്പ് ഹിം ആസ് ഹെർ ഫാമിലി ഈസ് എ നോബിൾ. പറയുന്നത്, ഞാൻ നിങ്ങളെ സഹായിക്കാൻ കാരണം എന്താണ്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ നോബിളാണ്, എനിക്ക് സിവിലൈസ്ഡ് ആയിട്ടുള്ളത് കൊണ്ടാണ്. റെയ്ന ഗോസ് ടു ആസ്ക് കാതറിൻ ഫോർ ഹെൽപ്പ്. അമ്മയോട് സഹായം ചോദിക്കാൻ പോകുന്നു. അങ്ങനെ ഇയാൾ ഉറങ്ങിപ്പോവാണ്. കാതറിന് അമ്മയ്ക്ക് ഭയങ്കര ഷോക്ക് തോന്നി. ഷീ അലൗസ് ദ മാൻ ടു ഡൈ. എന്നാലും റെസ്റ്റ് എടുത്തോട്ടെ എന്ന് കാതറിൻ പറയാണ്. രണ്ടാമത്തെ ആക്റ്റിൽ നമ്മൾ കാണുന്നത്, സെക്കൻഡ് ആക്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കാം. എവിടെയാണ്? പെറ്റ്കോഫിൻ്റെ ഹൗസിൻ്റെ ഗാർഡനിലാണ് കാണുന്നത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മാർച്ച് 1886. മറക്കരുത്. ഇവിടെ ലൗക്ക ഒരു മെയിൽ സെർവൻ്റ് ഉണ്ടല്ലോ, ആ മെയിൽ സെർവൻറ്റുമായിട്ട് വഴക്ക് പറയാണ് നിക്കോളയുമായിട്ട്. കാരണം നിക്കോള ഇവളോട് എന്തോ പറയാനായിട്ട് നിക്കോള വന്നു. അപ്പോൾ പറയാണ്, നീ ഒരു വേലക്കാരനാണ്, നീ അതുപോലെ നിൽക്കുക എന്ന് പറയാണ്. സെർവൻ്റെ പേര് നിക്കോള, ഞാൻ പറഞ്ഞു. നിക്കോളയ്ക്ക് അറിയാം സെർഗിയസുമായിട്ടുള്ള ലൗക്കയുടെ ബന്ധം. അപ്പം അതിനെതിരെയാണ് അയാൾ പറയുന്നത്, അങ്ങനെ ചതിക്കരുത് എന്നുള്ള രീതിയിൽ. ഹി അഡ്വൈസസ് ഹെർ ടു മേക്ക് ദം ഫീൽ ഷീസ് ലോയൽ. നന്ദി ഉണ്ടാവണം എന്നൊക്കെ നിക്കോള പറയാണ്. ലൗക്ക പറയാണ്, നോ സീക്രട്സ് ദാറ്റ് വുഡ് ഡിസ്ട്രോയ് ദ ഫാമിലി റെപ്യൂട്ടേഷൻ. നിക്കോള ടെൽസ് ദാറ്റ് നോ ഗുഡ് വിൽ കം ടു ചലഞ്ചിങ് ദോസ് ഹു ഹാവ് പവർ ഓവർ ദെയർ ലൈഫ്സ്. ഇത്രയും നല്ലൊരു ഫാമിലി, അവിടുത്തെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് സെർഗിയസ്, അയാളുമായിട്ടുള്ള റിലേഷൻ നിങ്ങൾക്ക് നല്ലതല്ല, നാശമാണെന്നൊക്കെ പറയാം. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത്, പക്ഷെ അതൊന്നും ലൗക്ക വില വയ്ക്കുന്ന പോലും ഇല്ല. ലൗക്കയും നിക്കോളയും കൂടെ വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ അതാരാണ്? അവർ തുറന്നപ്പോൾ മേജർ പോൾ പെറ്റ്കോഫ്, റെയ്നയുടെ ഫാദറാണ്, യുദ്ധത്തിൽ നിന്ന് വന്നതാണ്. ആൾ പറഞ്ഞു, സമാധാനത്തിൻ്റെ ട്രീറ്റ് ചെയ്ത് യുദ്ധം അവസാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഫാദർ പറയാം. സെർഗിയസ് വീണ്ടും അവിടെ ഗേറ്റിൽ മുട്ടുന്നുണ്ട്. പോള് നിക്കോളാസിനോട് പറഞ്ഞു, അയാളെ തുറന്ന് സെർഗിയസിനെ ഭാവി മരുമകനാണ് കൊണ്ടുവരാൻ പറഞ്ഞു. ബിഫോർ സെർഗിയസ് ജോയിൻ ദം, പോൾ പറയാണ്, സെർഗിയസ് വിൽ നെവർ റിസീവ് ദ മിലിറ്ററി പ്രൊമോഷൻ ദാറ്റ് ഹി ഡിസയേഴ്സ്. മിലിറ്ററി പ്രൊമോഷൻ സെർഗിയസിന് കിട്ടില്ല എന്നിവിടെ പോൾ പറയുന്നുണ്ട്. അർഹതയുണ്ട്, പക്ഷെ കിട്ടില്ല. കാരണം എന്താ? സെർഗിയസ് ഹാസ് നോ കമാൻഡ് ഓഫ് മിലിറ്ററി സ്ട്രാറ്റജി. സെർഗിയസ് മിലിറ്ററീനെ ആ സ്ട്രാറ്റജീനെ പറ്റിയിട്ട് കമാൻഡ് ഇല്ലാത്തത് കൊണ്ടെന്ന് പറയണം. പക്ഷേ സെർഗിയസ് വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും ഗ്രീറ്റ് ചെയ്തു, നീയാണ് ജയിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ സെർഗിയസ് പറഞ്ഞു, ഞാൻ ആർമിയിലെ പൊസിഷൻ റിസൈൻ ചെയ്തു ദേഷ്യം കൊണ്ട്, എനിക്ക് പ്രൊമോഷൻ നൽകാത്തത് കൊണ്ട് എന്ന് പറയാണ്. അങ്ങനെ റെയ്നയും ഇവരോടൊപ്പം കൂടി എല്ലാവരും അപ്സെറ്റ് ആവുകയാണ്. ആ സമയത്ത് പോളും സെർഗിയസും ബിഗിൻ ടോക്കിംഗ് അബൌട്ട് എ സ്വിസ് സോൾജർ. ഒരു പട്ടാളക്കാരനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ പട്ടാളക്കാരൻ ശരിക്കും ചീറ്റ് ചെയ്തു. ഔട്ട് ഓഫ് 50 ഏബിൾ ബോഡീഡ് മെൻ ഇൻ എക്സ്ചേഞ്ച് ഫോർ 200 വോൺ ഔട്ട് ഹോഴ്സസ്. വെറും എത്രയാണ്? 200 കുതിരകൾക്ക് വേണ്ടിയിട്ട് 50 ഏബിളായിട്ടുള്ള മാനെ എക്സ്ചേഞ്ച് ചെയ്ത് ശരിക്കും ചതിച്ചു. ആ ലൈൻ പഠിക്കാം കേട്ടോ. ആ ചതിച്ച ഒരു സെർബിയൻ പട്ടാളക്കാരനെ കുറിച്ച് പറയാണ്. ആക്ച്വലി ആ പട്ടാളക്കാരനാണ് ഇവരുടെ വീട്ടിൽ വന്ന് അഭയം തേടിയിരുന്നത് അല്ലേ.
അവരെ കഥ പറയുന്നുണ്ട് അയാളെ കുറിച്ചിട്ട്. ഹിഡൻ ബൈ 2 ബൾഗേറിയൻ വിമൻ ഇൻ ദെയർ ബെഡ് ചാമ്പർ. അവരെ ഏതോ വീട്ടിലെ 2 സ്ത്രീകൾ ബെഡ് ചാമ്പറിൽ ഒളിപ്പിച്ചു എന്നും കഥ കേൾക്കുന്നുണ്ടെന്ന് പറയാണ്. ശരിക്കും അത് പെറ്റ്കോഫിൻ്റെ വൈഫും മകളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ദേ ക്ലെയിം ദാറ്റ് ദ മാൻ എസ്കേപ്ഡ് ഇൻ ദ മോർണിംഗ്. രാവിലെ രക്ഷപ്പെട്ടു. ഡിസ്ഗൈസ്ഡ് ആസ് എ സെർവൻറ്റ് ഇൻ ഓൾഡ് കോൾട്ട് ബിലോങ് ടു ദ മാസ്റ്റർ ഓഫ് ദ ഹൗസ്. പക്ഷേ രാവിലെ അയാൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. അവരുടെ വീട്ടിലെ ഒരു കോട്ട് ധരിച്ചിട്ടാണ്. ഇത് ആക്ച്വലി ആരുടെ കോട്ടായിരുന്നു? റെയ്നയുടെ കോട്ട് ആയിരുന്നു അല്ലേ. അപ്പോൾ കാതറിനും റെയ്നയ്ക്ക് മനസ്സിലായ കഥ അവരെക്കുറിച്ചാണെന്ന്. പക്ഷെ അവർ റിയാക്ട് ചെയ്തില്ല, അറിയാത്ത പോലെ ഇരുന്നു. അങ്ങനെ സെർഗിയസും റെയ്നയും പ്രൈവറ്റായിട്ട് സംസാരിക്കുകയാണ്. ഒരു റൊമാൻറ്റിക്കും ഫ്ലവറി ആയിട്ടുള്ള ലാംഗ്വേജോടെ കൂടെയൊക്കെ സംസാരിക്കുകയാണ്. ദേ ഹാവ് ഡിസ്കവേർഡ് എ ഹയർ ലവ്. വളരെ സ്നേഹമാണെന്നൊക്കെ പറയുകയാണ്. പുറത്തേക്ക് പോകാനായിട്ട് ലഞ്ച് വരെ തീരുമാനിക്കുകയാണ്. റെയ്ന ഗോസ് ഇൻസൈഡ് ടു ഗെറ്റ് റെഡി. അങ്ങനെ റെയ്ന റെഡി ആവാനായിട്ട് അകത്തേക്ക് പോകുമ്പോഴേക്കും സെർഗിയസ് ആരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുക, അങ്ങനെ റൊമാൻറ്റിക് ആവാൻ തുടങ്ങി ലൗക്കയുമായിട്ട്. അവൻ പറയുന്നുണ്ട് ഹീ ടേക്സ് ഹെർ ഹാൻഡ്. ലൗക്കയുടെ കൈ എടുത്തു, എന്നിട്ട് അതിനെ ലൗക്കയുടെ കൈയിനെ കിസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലൗക്ക റിവീൽ ചെയ്യാണ് സെർഗിയസിനോട് എന്താണ് ശരിക്കും പറഞ്ഞാൽ ലൗക്കയോട് ചതിക്കുകയാണ്. സെർഗിയസിനോട് പറയാണ് റെയ്നയ്ക്ക് മറ്റൊരാളുമായിട്ട് ഒരു കാമുകനുണ്ട്, അവൾ റിലേഷൻ ഉണ്ടൊക്കെ എന്ന് പറയാണ്. അപ്പോൾ ഇത് സെർഗിയസിന് ദേഷ്യം വരുന്നു. അങ്ങനെ റെയ്ന താഴെ വരുമ്പോൾ കാതറിൻ ആ സെർഗിയസ് ടു ഹെൽപ്പ് പോൾ വിത്ത് എ മിലിറ്ററി മാറ്റർ. അച്ഛനെ സഹായിക്കാൻ പറയാണ് അമ്മ വന്നിട്ട്. അപ്പോൾ കാതറിൻ ആൻഡ് റെയ്ന ഡിസ്കസ് ദെയർ എൻകൗണ്ടർ വിത്ത് സോൾജർ അത് പറയാണ്. അങ്ങനെ നമ്മൾ കാണുന്നത് സെർബിയൻ ഓഫീസർ കംസ് ആസ്കിങ് ടു കാതറിൻ സ്വിസ് സോൾജർ ആൻഡ് ഹിസ് നെയിം ഈസ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു സെർബിയൻ ഓഫീസർ, അതായത് ഇവരെ രക്ഷപ്പെടുത്തിയ ഓഫീസർ തന്നെ കാതറിനെ അമ്മേനെ കാണാനായിട്ട് വരികയാണ്. അയാളൊരു സ്വിസ് പട്ടാളക്കാരനാണ്. പേര് വെളിപ്പെടുത്തുന്നത് എന്താണ്? ക്യാപ്റ്റൻ ബൂൻസ്ലി. കോട്ട് തിരിച്ചു നൽകാനാണ് വന്നിട്ടുള്ളത്. ഇവിടെ പോളും സെർഗിയസും ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു. കാതറിൻ ആസ്ക് ലൗക്ക ടു ബ്രിങ് ദ മാൻ ടു ഹെയിം. ഷീ ഓർഡേഴ്സ് നിക്കോള ടു ബ്രിങ് ക്യാപ്റ്റൻസ് ലഗേജ്. അയാളുടെ ലഗേജ് കൊണ്ട് കണ്ടെയ്ൻസ് ദ കോട്ട് എന്ന് പറയാണ്. കാതറിൻ ബ്രൂൻസ്ലീനെ അവിടെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് റെയ്ന തിരിച്ചു വരുന്നു റൂമിലേക്ക്. ഈ ബ്രൂസ്ലിനെ കാണുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെടുന്നു. നിക് നെയിം വിളിക്കുന്നുണ്ട്, ചോക്ലേറ്റ് ക്രീം സോൾജർ. ആരാണ് ചോക്ലേറ്റ് ക്രീം സോൾജർ? ബ്രൂസ്ലി എന്ന് പറഞ്ഞാൽ സ്വിസ് സോൾജർ ആണെന്ന് കൂടെ ഓർക്കുക. അങ്ങനെ നിക്കോള വരുന്നുണ്ട് ക്യാപ്റ്റൻസ് ലഗേജും ഒക്കെ ആയിട്ട്. അതാണ് നമ്മൾ കാണുന്നത്. കാതറിൻ പ്രിറ്റൻഡ് ചെയ്യുന്നു ലഗേജ് ടു ഹെർ. പോൾ അച്ഛനാരെ കുറ്റപ്പെടുത്തുന്നു? നിക്കോളനെ. നിക്കോള ഓൺസ് ദ മിസ്റ്റേക്ക്. എല്ലാം നിക്കോള കുറ്റം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ഫാമിലി ഇവിടെ ബ്രൂസ്ലിയുമായിട്ട് ഒന്നു ചേരുന്നു. ഫാമിലി ബ്രൂസ്ലിനെ ലഞ്ചിന് ക്ഷണിക്കുന്നു. അതാണ് കാണുന്നത്. തേർഡ് ആൻഡ് ഫൈനൽ ആക്റ്റിൽ അത് ആരുടെ എവിടെയാണ് നടക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. പെറ്റ്കോഫിൻ്റെ ലൈബ്രറിയിലാണെന്ന് ഓർക്കുക. റെയ്ന സിറ്റ് ചെയ്യുന്നു ദിവാനിൽ, ഒരു നോവൽ വായിച്ചുകൊണ്ട്, സ്വപ്നം കണ്ടുകൊണ്ട്. പോൾ കുറ്റം പറയുന്നു കാതറിനെ അബൌട്ട് ഹീസ് മിസ്സിങ് കോട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് അവൾ ബുദ്ധിപരമായിട്ട് ആ ഒരു കോട്ടിൻ്റെ കഥ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന കാതറിനെ നമുക്ക് കാണാൻ പറ്റും. പോൾ ക്ലെയിംസ് ഹി ഹാസ് സെർച്ച്ഡ് എവരിവെയർ. പോൾ പറഞ്ഞു ഞാൻ എല്ലായിടത്തും തിരഞ്ഞു. ഹി വുഡ് ബൈ ഹെർ ജ്വല്ലറി ഫ്രം സോഫിയ. എന്നിട്ടൊരു ബെറ്റ് വയ്ക്കുകയാണ്. ഹി വുഡ് ബൈ ഹെർ ജ്വല്ലറി ഫ്രം സോഫിയ. എൻ്റെ കോട്ട് എടുത്ത് തന്നാൽ സോഫിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ നിന്ന് നിനക്ക് ജ്വല്ലറി വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. ഇഫ് ദ കോട്ട് ഈസ് ഇൻ ദ ബ്ലൂ വാർഡ്രോബ് എന്ന് പറയാണ്. ആ ബ്ലൂ വാർഡ്രോബിൽ ഉണ്ടെങ്കിൽ എന്ന് പറയുന്നു. അതിന് സെർഗിയസ് ബെറ്റ് ജോയിൻ ചെയ്യുന്നു. പോൾ ഷുഡ് ബൈ റെയ്ന അറേബ്യൻ ഹോഴ്സ് ഇഫ് ദ കോട്ട് ഈസ് ദർ. ഒരു അറേബ്യൻ ഹോഴ്സിനെ വാങ്ങിച്ചു കൊടുക്കാം റെയ്നയ്ക്ക് എന്നുള്ള ബെറ്റും കൂടെ ഇവിടെ വരികയാണ്. അങ്ങനെ എന്താണ് നിക്കോള കംസ് ബാക്ക്. നിക്കോള കോട്ടുമായിട്ട് വരുന്നു. പോള് മനസ്സിലാക്കുന്നു ദാറ്റ് ഹിം ഈസ് റീസൺസ് ഓൾഡ് ഏജ്. എനിക്ക് പ്രായമായല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നു വെച്ചതാണ് എന്നുള്ള രീതിയിൽ പോള്. അപ്പോൾ ഈ ഒരു കോട്ടിൻ്റെ കഥയൊന്നും പുറത്ത് വരാതെ കാതറിനും റെയ്നയും കൂടെ ശ്രമിക്കുകയാണ്. കാരണം രാത്രി വന്ന് രക്ഷപ്പെട്ടതും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് Bruce Lee finishes writing up the military orders. Paul, Sergius and gathering go out to make sure soldiers follow the instructions. Then ഇവിടെ റെയ്നയും ബ്രൂസിലിയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവരെ മീറ്റിങ്ങിനെ കുറിച്ചിട്ട്. ഓക്കെ,
She tells him that his father and Sergius know the story of how he escaped the battlefield. ഇപ്പോൾ സെർഗിയസ് ബ്രൂസ്ലി പറയുന്നുണ്ട്, നിൻ്റെ സെർഗിയസിനും ഫാദറിനും അറിയാം ഞാൻ എങ്ങനെ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെട്ടുള്ള കഥ അറിയാൻ പറ്റും. പക്ഷേ എന്നെ രക്ഷിച്ച 2 സ്ത്രീകൾ നിങ്ങൾ 2 പേരാണെന്ന് അവർക്ക് അറിയില്ല എന്ന് പറയാണ്. റെയ്നയും കാതറീനാണെന്ന് അറിയില്ല എന്ന് പറയണം. She wants that the Sergius would challenge Bruce Lee to a duel and kill him if he ever finds the truth. സത്യം മനസ്സിലായ ബ്രൂസിനെ സെർഗിയസ് കൊല്ലുമെന്നും പറയാണ്. പിന്നെ റെയ്ന പറയുന്നു, ഇറ്റ് കോസ്റ്റ് ഹർ ഗ്രേറ്റ് പെയിൻ ടു ലൈ ടു സെർഗിയസ്. സെർഗിയസിനോട് നുണ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്ന് പറയാണ്. പക്ഷേ ബ്രൂസിലെ അവളെ സന്തോഷിപ്പിക്കുകയാണ്, എന്നിട്ട് കൺഫസ് ചെയ്യുകയാണ്. അപ്പോൾ റെയ്ന അബൌട്ട് ദ ഫാക്ട് ദാറ്റ് ഷീ വാസ് ഓൾവേസ് പുട്ട് ഓൺ എ നോബിൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഐഡിയലിസം. ശരിയായ കാര്യത്തിൻ്റെ കൂടെയാണല്ലോ എന്ന് ഇവിടെ റെയ്ന സമാധാനിക്കുന്നു. She wonders if Bruce Lee considers her to be a liar and cheat now. However, he finds it be an injuring of her personality. Reina asks him if he enjoyed the portrait of hers that she slipped on the coat pocket. അവളുടെ ചിത്രം ഉണ്ടായിരുന്നു, അത് നീ നോക്കിയോ, എൻജോയ് ചെയ്തോ എന്ന് പറയാണ്. ബ്രൂസ്ലി നെവർ റിയലൈസ് ദാറ്റ് അതവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്കറിയില്ല എന്ന് ആര് പറയാണ്, ബ്രൂസ്ലി പറയാണ്. ആ സമയത്ത് ലൗക്ക വരുന്നൊരു മെസ്സേജുമായിട്ട് ഫാദർ ഹാസ് പാസ്ഡ് അവേ ഇൻ സ്വിറ്റ്സർലാൻഡ്. അതിലെന്താണ് ആ ഒരു മെസ്സേജിൽ ബ്രൂസ്ലിക്ക് എന്ത് മെസ്സേജ് വന്നത്, അദ്ദേഹത്തിൻ്റെ ഫാദർ സ്വിറ്റ്സർലാൻഡിൽ മരിച്ചു, ഒരു ഫിനാൻഷ്യൽ അതായത് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യണം, ഫിനാൻസ് പൈസ. അപ്പോൾ അദ്ദേഹം റൂമിൽ നിന്ന് പോവുകയാണ്. സീം ടു എക്സ്പ്രസ് ഗ്രീപ്പ്. പക്ഷേ ലൗക്ക ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, അച്ഛൻ മരിച്ചു എന്ന് കേട്ടിട്ടും ബ്രൂസ്ലിക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. റെയ്ന സെയ്സ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ്, റെയ്ന പറയുന്നു അദ്ദേഹം ഒരു പട്ടാളക്കാരനായതുകൊണ്ടായിരിക്കാം എന്ന് പറയാണ്. പ്ലെൻറ്റി ഓഫ് ഇമോഷൻസ് ദോ ഹിസ് എ സോൾജർ എന്നൊക്കെ പറയുന്നു. നിക്കോള വരുന്നുണ്ട് ഫുൾ ഓഫ് ലോക്സും കൊണ്ട്, ഒരുപാട് മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുകൊണ്ട്. പക്ഷെ ലൗക്കയോടൊരു ഇഷ്ടം നിക്കോളയ്ക്കുണ്ട്, പക്ഷെ അവൾ റിജക്റ്റ് ചെയ്യാണ്. അവൾക്ക് ആരെയാണ്, സെർഗിയസിനെയാണ് വേണ്ടത്, കാരണം സെർഗിയസാണ് റിച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് അവൾ പറയുന്നത് വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ലൗക്ക പറയുന്നത് അണ്ടർലൈൻ ചെയ്യണം. ഷീ സേസ് ദാറ്റ് ഷീ ഡസ് നോട്ട് വോണ്ട് എ മണി, ഷീ ഡസ് നോട്ട് വോണ്ട് മണി ആൻഡ് ദാറ്റ് ഷീ വാസ് ടു ബോൺ ടു ബി എ സെർവൻറ്റ്. അപ്പോൾ കുറച്ച് പൈസ നിക്കോളെ ലൗക്കിക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്, എന്നിട്ട് സ്നേഹം പിടിച്ചു പറ്റും. അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് പണമല്ല വേണ്ടത്, എനിക്ക് സെർവൻ്റായിട്ട് തന്നെ ഇരിക്കേണ്ട, അതായത് നിക്കോളനെ വിവാഹം കഴിച്ചാൽ എന്നും സെർവൻ്റ് ആവേണ്ടി വരും, അതല്ല എനിക്ക് വേണ്ട സെർഗിയസിനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിക്കോള അവിടെ നിന്ന് പോകുന്നു. കുഡ് ട്രൂലി ബി എ ബ്രേവ് മാൻ. നിക്കോള ലൗക്ക വിചാരിക്കുന്നു സെർഗിയസ് വളരെ ബ്രേവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണോ. ഷി ഡിഫൈൻസ് കറേജ് എസ് എ ക്വീൻ മാരിയിങ് ഫോർ ലവ് നോട്ട് ഫോർ സ്റ്റാറ്റസ്. സോ അണ്ടർലൈൻ ചെയ്യുക, എന്താണ് ലൗക്കയുടെ കണ്ണിൽ കറേജ് എന്ന് പറഞ്ഞാൽ. ഷി ഡിഫൈൻ കറേജ് എസ് എ ക്വീൻ മാരിയിങ് ഫോർ ലവ് നോട്ട് ഫോർ സ്റ്റാറ്റസ്. സ്റ്റാറ്റസിനല്ലാതെ പ്രണയത്തിന് വേണ്ടി മാരി ചെയ്യുന്നതിനെയാണ് ധൈര്യം, കറേജ് എന്ന് പറയാൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ആര്, ലൗക്ക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആരെ ഡിഫൈൻ ചെയ്യുന്നത്, ലൗക്ക. ഷീ സേസ് ദാറ്റ് സെർഗിയസ് ഈസ് നോട്ട് ബ്രേവ്, ഹി കുഡ് നോട്ട് ബി അഫ്രൈഡ് ടു മാരി ഹെർ. അപ്പോൾ അവൾ പറയുന്നു നിങ്ങൾക്ക് ധൈര്യമില്ല, നിങ്ങൾക്ക് തന്നെ മാരി ചെയ്യാനുള്ള ധൈര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, കാരണം അവൾ വളരെ സോഷ്യൽ സ്റ്റാറ്റസ് കുറഞ്ഞതാണെന്നൊക്കെ പറയുന്നു. ദാറ്റ് ഇഫ് ഹി ഡിഡ് ലവ് ഹെർ ഹി വുഡ് ഡു. അപ്പോൾ സെർഗിയസ് തിരിച്ചു വന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അതിന് വേണ്ടി എന്തും ചെയ്യും, അതിൻ്റെ പവർ ഉപയോഗിക്കും എന്നൊക്കെ പറയാണ്. ബട്ട് ഇറ്റ് ഈസ് റെയ്ന ദാറ്റ് ഹി ലവ്സ്. ഹി അക്യൂസസ് ലൗക്ക ഓഫ് ബീയിങ് ജെലസ് ഓഫ് ഹെർ. അപ്പോൾ അവൾ പറയാണ് റെയ്നേനെയാണ്, ഇറ്റ് ഈസ് റെയ്ന ദാറ്റ് ഹി ലവ്സ്, റെയ്നേനെയാണ്. പക്ഷേ ഹി അക്യൂസസ് ലൗക്ക ഓഫ് ബീയിങ്. ഇപ്പോൾ ലൗക്കനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, സെർഗിയസ് നിനക്ക് റെയ്നയോട് കുശുമ്പാണെന്ന് പറഞ്ഞിട്ട്. ലൗക്ക ചിരിക്കുന്നു, എന്നിട്ട് റെയ്ന വിൽ മാരി സ്വിസ് സോൾജർ എന്ന് പറയാണ്. അപ്പോൾ സെർഗിയസ് അതായത് ബ്രൂസ്ലിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നത് റെയ്ന എന്ന് ലൗക്ക സെർഗിയസിനോട് പറയണം. ശരിക്കും അങ്ങനെയാണോ ആ സമയത്ത് ഉണ്ടായിരുന്നതല്ല, ഇവിടെ നുണ പറയുന്നതാണ്. അപ്പോൾ ആ സമയത്ത് സെർഗിയസിന് ദേഷ്യം വരുന്നു. സെർഗിയസ് പറയുന്നു ഞാൻ ബ്രൂസ്ലിനെ കൊല്ലുമെന്ന് പറയാണ്. ഷീ ലീവ്സ്, അങ്ങനെ പോകുന്നു. ബ്രൂസ്ലി എൻ്റർ വിത്ത് ഫ്യൂ പേപ്പർ വരുന്നു. സെർഗിയസ് പറയുന്നു ബ്രൂസ്ലി നീ എന്നെ ചതിച്ചു എന്ന് ബ്രൂസ്ലിയോട് സെർഗിയസ് പറയുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിന് 6 AM നെക്സ്റ്റ് ഡേ അവർ പ്രഖ്യാപിക്കുകയാണ്. സോഡ് വാളും പരിചയമൊക്കെ ആയിട്ട് അങ്ങനെ ബ്രൂസ്ലി ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഹി വിൽ ക്യാരി എ മെഷീൻ ഗണ്ണും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ അബൌട്ട് ടു ഫൈറ്റ്. എനിക്ക് മനസ്സിലായി അവളുടെ പേരും പറഞ്ഞ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവാൻ പോവാന്ന്. ദിസ് ഡ്യുവൽ എൻഷ്യൂർ ദാറ്റ് ഹി ആൻഡ് റെയ്ന ഡു നോട്ട് മീറ്റ് ഈച്ച് അതർ. അങ്ങനെ ബ്രൂസ്ലി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഹി ഹാസ് നോ ഇൻറ്റൻഷൻ ഓഫ് കില്ലിങ്, സെർഗിയസിനെ കൊല്ലാൻ താല്പര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞു. ആൻഡ് ഹി ഡൗട്ട് ദാറ്റ് സെർഗിയസ് ഹാസ് ടു സ്കിൽ ടു ഹാം ഹിം. ഹവർ റെയ്ന സെയ്സ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ഹെർ വിഷ്, എൻ്റെ ആഗ്രഹം ഇതല്ല എന്നൊക്കെ പറയാണ്.
റെയ്ന റിയലൈസസ് ലൗക്ക ഈസ് റെയ്നയ്ക്ക് മനസ്സിലായി ലൗക്കയാണ് ഈ ഒരു കാര്യം തന്നെ കുറിച്ചുള്ള ഈ കാര്യം സെർഗിയസിനോട് ഇല്ലാത്ത കഥ പറഞ്ഞതെന്നു മനസ്സിലായി. സെർഗിയസ് ഹാഡ് ആൻ എഫെയർ വിത്ത് ലൗക്ക എന്നും ആർക്ക് മനസ്സിലായി? റെയ്നയ്ക്ക് മനസ്സിലായി. ഇത് മുന്നേ അവൾക്ക് സംശയം ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള നോബിൾ റൊമാൻസ്, ആര് തമ്മിലുള്ള നോബിൾ റൊമാൻസ്? റെയ്നയും സെർഗിയസും തമ്മിലുള്ള നോബിൾ ആയിട്ടുള്ള റൊമാൻസ് അവിടെ ഷാറ്റർ ചെയ്തു, തകർന്നു എന്ന് പറയാണ്. റെയ്ന ടെൽസ് സെർഗിയസ് ദാറ്റ് സിൻസ് ലൗക്ക ആൻഡ് നിക്കോള ഈസ് എൻഗേജ്ഡ്. നിക്ക സെർഗിയസിനോട് പറഞ്ഞു ലൗക്കയും നിക്കോള എൻഗേജ്ഡ് ആയതുകൊണ്ട് ബിറ്റ്വീൻ ഹിം ആൻഡ് നിക്കോള, അദ്ദേഹം നിക്കോളയുമായിട്ടാണ് അടികൂടുന്നത്. അവൾക്ക് സത്യം മനസ്സിലായി. അപ്പോൾ ലൗക്കേനുമായിട്ട് ഒരു റിലേഷൻ ഉണ്ട് സെർഗിയസിന് മനസ്സിലായി. അപ്പോൾ ആരെങ്കിലുമായിട്ട് നിങ്ങൾക്ക് തല്ലുകൂടണമെങ്കിൽ അത് നിക്കോളയുമായിട്ടാണ്. കാരണം ലൗക്കയുമായിട്ട് റിലേഷൻ ആർക്കാണുള്ളത്? നിക്കോളയ്ക്കാണെന്നുള്ള രീതിയിൽ റെയ്ന ആസ്ക് ബ്രൂസ്ലി ഇഫ് ഹി തിങ്സ് ഷീ ആൻഡ് സെർഗിയസ് ആർ എ കപ്പിൾ ഓഫ് ഗ്രൗൺ അപ്പ് ബേബീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രൂസ്ലി സേസ് ദാറ്റ് ഹി വാസ് കേവ്സ് ഡ്രോപ്ഡ് ടു ബട്ട് ദാറ്റ് വാസ് ബിക്കോസ് ഹിസ് ലൈഫ് വാസ് ടേക്ക് എന്നൊക്കെ ആ ഒരു ഭാഗം നോക്കുക കേട്ടോ. റെയ്ന ഇവഞ്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പോർട്രേറ്റ് വാസ് മെൻറ്റ് ഫോർ ബ്രൂസ്ലി. ബ്രൂസ്ലി അഡ്മിറ്റ്സ് ദാറ്റ് ഹി വാസ് സ്വിസ് ഫിഗറേറ്റീവ്, ഞാനൊരു സ്വിസ് പട്ടാളക്കാരനാണെന്നൊക്കെ തുറന്നു പറയുന്നുണ്ട്. റെയ്ന പറയുന്നുണ്ട് ബ്രൂസ്ലി എന്ന് പറഞ്ഞ റൊമാൻറ്റിക് ഇഡിയറ്റ് ആണ്, റൊമാൻസ് ഒന്നും അറിയില്ല. ഷീ കറക്റ്റ്സ് ഹിം ആക്ച്വലി ഷീ ഈസ് നോട്ട് 17 but 23. റെയ്ന പ്രായത്തിനെ കുറിച്ചൊക്കെ കൂടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. റെയ്നയ്ക്ക് 17 ആണ്, പക്ഷെ അവൾ തിരുത്തുന്നുണ്ട് എനിക്ക് 17 അല്ല 23 ആണ്. അങ്ങനെ ബ്രൂസ്ലി ആസ്ക് പോൾ പെർമിഷൻ ടു ഹിസ് കോർട്ട്, ഞാൻ മാരി ചെയ്തോട്ടെ എന്ന് പോളിൻ്റെ പെർമിഷൻ, റെയ്നയെ മാരി ചെയ്തോട്ടെ എന്നൊക്കെ പോളിന് പെർമിഷൻ വാങ്ങാൻ നോക്കുന്നുണ്ട് ആര്? ബ്രൂസ്ലി. കാരണം ബ്രൂസ്ലിക്ക് ഇപ്പോൾ അച്ഛൻ്റെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബ്രൂസ്ലി ഇപ്പോൾ റിച്ചാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നും വന്നില്ല. ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഹിസ് വെൽത്ത്. ആ സമയത്ത് അവൾ പറയുന്നത് എനിക്ക് നിങ്ങളുടെ പൈസയിലല്ല താല്പര്യം, എനിക്ക് നിങ്ങളെയാണ് വേണ്ടത് എന്നൊക്കെ ബ്രൂസ്ലിയോട് പറയുന്നുണ്ട്. ഷീ സേസ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് ഗീവ് കാൻഡി ടു എംപറർ ഓഫ് സ്വിറ്റ്സർലാൻഡ്. കാരണം അവൾ പറഞ്ഞത് ഞാൻ മിഠായി നൽകിയത് സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രഭുവിനല്ല, പ്രഭു ആണെന്ന് കരുതിയിട്ടോ അത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല. ഹൂം ഷീ ഗേവ് ദ സ്വീറ്റ്സ്, മൈ ചോക്ലേറ്റ് ക്രീം സോൾജറിനാണ് ഞാൻ നൽകിയത് എന്നൊക്കെ പറഞ്ഞ് അവൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ സ്വിറ്റ് സോൾജർ വോട്ട് എ മാൻ, ദ പ്ലേ എൻഡ് ചെയ്യുന്നത് സെർഗിയസ് ഈ ഒരു ബ്രൂസ്ലിനെ എന്ന് വിളിച്ചാണ് വോട്ട് എ മാൻ, എന്തൊരു മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ക്രിറ്റിക്കൽ റിവ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, വായിക്കുക. 20th century വിറ്റ്നസ് ചെയ്യുന്ന എമർജൻസ് ഓഫ് ജോർജ് ബെർണാഡ് ഷോ, വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് പ്ലേ റൈറ്റാണെന്ന് പഠിക്കുക. ആ ഒരു കാലഘട്ടത്തിൽ 1856 to 1950 ലേറ്റ് വിക്ടോറിയൻ ഏജ് വരുന്നുണ്ട്. ഒരു ലിറ്റററി മോഡേണിസമാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് മോഡേണിസ്റ്റ് ടെക്നിക്കുകൾ നമ്മുടെ കാണികളുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കാണുന്നത് ഒരു പെട്ടെന്നുള്ള മാറ്റമാണ്. സെൻറ്റിമെൻ്റൽ റൊമാൻറ്റിക് പ്ലേയിൽ നിന്ന് പോപ്പുലർ ടിൽ 19th century നിന്നും മാറിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ളൊരു പ്ലേ ആയിട്ട് സീരിയസ് ലിറ്ററേച്ചറായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഷെയോ അറ്റംപ്റ്റഡ് ടു ഡു വിത്ത് ദ ഐഡിയ ദാറ്റ് ആർട്ട് എക്സിസ്റ്റഡ് ഫോർ ആർട്ടിസ്റ്റ് സേക്ക്, കലയിൽ നിന്ന് നമുക്ക് സന്തോഷം കിട്ടണം എന്നുള്ളൊരു രീതി തന്നെ. റേദർ ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് ഓഫ് ലൈഫ് അണ്ടർലൈൻ ചെയ്തൊക്കെയാണിത്. ജീവിതത്തിലെ എന്താ പറയുക അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ സമൂഹത്തിലെ, അതൊക്കെ ഇതിൻ്റെ സെൻട്രലായിട്ട് തീം കാണാൻ പറ്റും. അദ്ദേഹം പറയാണ് ഒരു നാടകത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ചിന്തിപ്പിക്കുക, അതുപോലെ പഠിപ്പിക്കുക, അത് അണ്ടർലൈൻ ചെയ്യട്ടോ ഇതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബെർണാഡ് ഷോയുടെ പ്ലേസിനെ എന്താ വിളിച്ചിരുന്ന പ്രോബ്ലം പ്ലേസ് എന്നാണെന്നും കൂടെ പഠിക്കുക. കാരണം അത് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ്, അതിൽ തമാശ ഹ്യൂമർ ഉണ്ടാവും, വിറ്റ് ഉണ്ടാവും, ഇമാജിനേഷൻ, സ്പാർക്ലിംഗ് ആയിട്ടുള്ള ഡയലോഗുകൾ, കീപ്പ് ഓഡിയൻസ് എൻഗേജ്ഡ് വിത്ത് വേരിയസ് പ്ലേസ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ബെർണാഡ് ഷോയുടെ വ്യൂസ് സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട്, അതായത് സാമൂഹ്യ പ്രശ്നത്തെ അദ്ദേഹം എങ്ങനെ നോക്കി കാണുന്നു, അതും വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ ഒരു റെവല്യൂഷണറി ഏജ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സോ ബെർണാഡ് ഷോ ഫേബിയൻ സൊസൈറ്റിയുടെ ഒരു മെമ്പറായിരുന്നു. സോഷ്യലിസ്റ്റ് ബിലീഫ് ഇൻ സ്പീച്ചിങ് ആൻഡ് റൈറ്റിങ്സിൽ കാണാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതം, അതുപോലെ തന്നെ മാരേജ്, ഇതിനൊക്കെ എതിരായിരുന്നു അദ്ദേഹം.
അപ്പോൾ അദ്ദേഹം പല പല കാര്യങ്ങളെ കുറിച്ചിട്ട് പൊളിറ്റിക്സ്, സൊസൈറ്റി, കൾച്ചറിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ നല്ലതാവണം, ഐഡിയലിസം, അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അടിമകളായി മാറുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. പ്രൊമിനൻറ്റ് ചാമ്പ്യനാണ് ഹെൻറിക് ഇബ്സൺസ്, നോർവീജിയൻ പ്ലെയർ ആയിട്ട് 19th century ഡ്രാമ. അപ്പോൾ ആ 3 പോയിന്റുകളും പഠിക്കുക കേട്ടോ. ഷോരെ ദ ക്വിൻറ്റിനസ് ഓഫ് ഇബ്സനിസം, അതൊരു ഡിഫെൻസാണ്. തിയേറ്റർ ആൻഡ് ഫിലോസഫി ഓഫ് ഇബ്സനെ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ബോക്സ് വരുന്നുണ്ട്, അതും പഠിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പ്ലേ പഠിച്ചു വയ്ക്കുക. ആംസ് ആൻഡ് ദ മാൻ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 1898 പഠിക്കുക. കളക്ഷൻ്റെ പേരെന്താണ്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കളക്ഷനിലാണ്? പ്ലേസ് പ്ലസൻ്റ് എന്ന് പറഞ്ഞതാണ്. ഇതിൻ്റെ ഈ ഒരു പേരെടുക്കുന്നത് വിർജിലിൻ്റെ എനിയഡിൽ നിന്നാണ്. സോ